ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് നമ്മളൊക്കെ ഇനി ഈ ആഴ്ച കാണാൻ വേണ്ടി പോണത്. വേറൊന്നുമല്ല, അങ്ങനെ വിവാഹം കഴിഞ്ഞ പാടെ തന്നെ സുചിത്രേനെയും വിനോദിനെയും വേഗം തന്നെ ഹണിമൂണിനെ പറഞ്ഞയച്ചിരിക്കുകയാണ് മഹേഷ്. നമ്മുടെ യേശുദ ചോദിക്കണ്ടല്ല, മഹേഷ് എന്തിനാണ് അവരെ വിവാഹം കഴിഞ്ഞപ്പോ തന്നെ ഹണിമൂണിനെ പറഞ്ഞയച്ചത്? ഒരുപാട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, വിവാഹം ചടങ്ങും കാര്യങ്ങളൊന്നും നടത്താതെയാണ് വിവാഹത്തിലേക്ക് പോയത്. ഇനി ഗൃഹപ്രവേശവും അതുപോലെ തന്നെ അവർക്ക് മധുരം കൊടുക്കൽ, അതുപോലെ തന്നെ ഫസ്റ്റ് നൈറ്റിലെ ഒരുക്കങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ. മഹേഷ് കുറച്ചൊന്നും എടുത്തു ചാടിയെന്ന് ഇഷിത പറയുമ്പോ, ഇല്ലടോ ഒരു കുഴപ്പമില്ല, തനിക്ക് വിനോദിന്റെ സ്വഭാവം അറിയാലോ. ഇവിടെ നിന്ന് അവൻ ആകാശിനോടും അൻസാർ ദാസിനോടും പക വീട്ടാൻ വേണ്ടി നമ്മുടെ കണ്ണുവെട്ടിച്ച് എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് പോകാം. ഇനിയിപ്പോ ഇത്രയൊന്നും ആ ജയിലിൽ കിടന്നതല്ലേടോ അവൻ. ഇനി സ്വന്തം ഭാര്യയുടെ തണലിൽ ചൂടിൽ അവൻ കുറച്ചുനാള് ഹണിമൂണൊക്കെ ആഘോഷിച്ച് തിരിച്ചു വരട്ടെ. അവനൊരു പുതിയ മനുഷ്യനായിട്ട് തിരിച്ചു വരും. നമ്മുടെ സുജിയുടെ സ്നേഹം കൊണ്ട് അവന്റെ മനസ്സിൽ ആ ഒരു അൻസാരിദാസിനടുത്തും ആകാശമുള്ള പക കുറച്ചെങ്കിലും കുറയണമെങ്കിൽ കുറയട്ടെ. പിന്നെ ഇവിടെ നിൽക്കണക്കാളും നല്ലത് അവര് ഹണിമൂണിനെ പുറത്തു പോയി ആഘോഷിക്കണതാ. ഇതൊക്കെ പഴയ ആചാരമാണോ, ആദ്യരാത്രി കാര്യങ്ങൾ. പക്ഷെ അവർക്ക് എന്തൊരു നാണക്കേടെന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം വീട്ടിൽ ആദ്യരാത്രി കഴിഞ്ഞ് അവിടെ പാരന്റ്സിനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് താനൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് മഹേഷ് പറഞ്ഞ ശരിയാട്ടോ. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കഴിഞ്ഞെങ്കിലും അത് കഴിഞ്ഞപ്പോ എനിക്ക് വരാത്ത നാണക്കേടൊക്കെ ആയിരുന്നു എല്ലാവരുടെ മുഖത്ത് നോക്കാൻ. അതെ, അപ്പൊ കല്യാണം കഴിഞ്ഞവരുടെ നാണക്കേട് താനൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ശരിയാണ്. അപ്പൊ ഇത് തന്നെയാ നല്ലത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും മഹേഷ് തെറ്റായിട്ടൊരു തീരുമാനം എടുക്കില്ലെന്നൊക്കെ എനിക്ക് അറിയാം എന്നൊക്കെ ഇഷിത് ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം ഒരു സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ. ആകാശ് ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് സുമി വരുന്നുണ്ട്. അല്ല, ആകാശ് എന്തോ ആലോചനയിലാണല്ലോ. മഹേഷിനെ വീണ്ടും എങ്ങനെ കൊടുക്കാന്ന് ആലോചിക്കാണോ, അതോ വിനോദിനെ കൊടുക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാണോ? വിനോദിനെ ആണെങ്കിലേ ആ പ്ലാൻ അങ്ങോട്ട് വിട്ടേക്കട്ടോ. പ്ലാൻ ബി നടക്കില്ല. അതെന്താ? അല്ല, മഹേഷ് ആണല്ലോ പ്ലാൻ എ, പ്ലാൻ ബി നമ്മുടെ വിനോദം, പ്ലാൻ സി ആണല്ലോ ഇഷിത. ആ പ്ലാൻ ബി ഇന്ന് ഹണിമൂണിനെ പോയി ഭാര്യയായിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞല്ലോ സുചിത്രയുടെ. ഓ, രഹസ്യമായിട്ട് കല്യാണം നടത്തിയല്ലേ? രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒന്നും എനിക്കറിയില്ല. രജനിയാണ് എന്നോട് പറഞ്ഞത് വിനോദിന്റെയും സുചിത്രയുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹണിമൂണിനുള്ള ടിക്കറ്റ് കൊടുത്തയച്ചു നമ്മുടെ മഹേഷ്. പുറത്തു പോയിട്ട് ഹണിമൂൺ ആഘോഷിക്കാട്ടെ. ഇവിടെ അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കും മഹേഷ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിലും ആകാശ് ചിന്തിക്കണേക്കാളും ഒരു പടി മുകളിലാണ് മഹേഷ് ചിന്തിക്കുക. അതുകൊണ്ടാണല്ലോ ആകാശിന് മഹേഷിന്റെ അത്രയും തണ്ടും തടി ഉണ്ടായിട്ട് പോലും അയാളെ തോൽപ്പിക്കാനാവാത്തത്. നീ എന്താ ഇവിടെ നിന്നിട്ട് എന്നെ കളിയാക്കുവാണോ? ഞാൻ ഒരു കളിയാക്കലും ഇല്ല. ആകാശിനോട് വീണ്ടും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദേ ആകാശ് എന്റെ കൂടെ എന്നെ കല്യാണം കഴിച്ച് എന്റെ കൂടെ നിൽക്കുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആകാശ് ഇനി മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. ആകാശിനെ ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാം. പക്ഷേ ആകാശ് ഇപ്പൊ ചിന്തിക്കണ പോലെ രചനയുടെ കൂടെ കൂടി പഴയ പോലെ തന്നെ മഹേഷിനോടുള്ള പഴയ കാര്യങ്ങളൊക്കെ പക വെച്ചിട്ട് മഹേഷിനെ വീഴ്ത്താം, മഹേഷിനെ മക്കളെ കൊണ്ട് മഹേഷിനെ വീഴ്ത്താം എന്നൊക്കെയാണ് വിചാരിക്കണമെന്നുണ്ടെങ്കിലോ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ വിട്ട് കളഞ്ഞേക്ക് ആകാശ്. അതൊന്നും നടക്കില്ല. മഹേഷ് പഴയ മഹേഷ് അല്ല, പക്ഷെ ആകാശ് ഇപ്പോഴും പഴയ തട്ടിൽ തന്നെ കിടക്കാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ തമ്മിലുണ്ട്. ദേ, നീ എന്റെ മുമ്പിൽ നിന്ന് പോയിക്കോ, എന്നെ സമ്മതന തെറ്റി നിൽക്കാണ്, ചിലപ്പോ ഞാൻ കഴുത്തിന് പിടിച്ച് നിന്നെ കൊല്ലും എന്ന് ആകാശ് പറയുമ്പോ, കൊല്ലണെങ്കിൽ കൊന്നോ, അതും ആകാശിന്റെ പേരിൽ കേസാവും. ഇപ്പൊ ഓൾറെഡി ആതിര കേസ് ഉണ്ടല്ലോ, അതിന്റെ പേരിൽ ഈ കേസ് കൂടിയാവും. അതേടി, ആതിര കേസിൽ ഞാൻ കുടുങ്ങുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അൻസാരിദാസിനെ എല്ലാത്തിനും ഞാൻ കൊടുക്കും, എല്ലാവരും ഞാൻ കൊടുക്കും എന്ന് പറയാണ്. പക്ഷേ നിന്റെ മനസ്സിൽ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ആകാശ് ഒരിക്കലും നിന്റെ വിവാഹം കഴിക്കില്ല. അങ്ങനെ വിവാഹം എന്ന് പറഞ്ഞ ചിന്ത എനിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ രചനയിലേക്ക് എനിക്ക് എപ്പോഴേ വിവാഹം കഴിക്കായിരുന്നു. രചന എവിടെ കിടക്കുന്നു ആകാശ്? ഞാൻ എവിടെ കിടക്കുന്നു? രചന മുമ്പ് ഒരാള് വിവാഹം കഴിച്ചു, എന്റെ 2 കുട്ടികളെ പ്രസവിച്ചു, അവളൊരു തള്ള സ്റ്റൈല്. പക്ഷെ ഞാൻ അങ്ങനെയാണോ? ഞാൻ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു രീതിയല്ലേ. അപ്പൊ രചനയും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആര് പറഞ്ഞൂടെ? നീ ആരെയും വിവാഹം കഴിച്ചിട്ടുള്ളത് ശരിയാണ്, പക്ഷെ നീ എങ്ങനെയാണ് പുറത്ത് നടന്നതെന്നൊക്കെയുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഇപ്പൊ നിന്നെ വിവാഹം കഴിക്കാൻ ആരും വരുന്നില്ല. അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാൻ ആര് വരാനാണ്? രചന മഹേഷിനെ മാത്രമേ സ്നേഹിച്ചുള്ളൂ, അതിനുശേഷം എന്നെയും. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ. നീ എത്രയൊക്കെ പേരുടെ കൂടെ പോയതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ഥാനത്തിന് എനിക്ക് വേണ്ട. ദേ ആകാശ്, ഞാൻ പലവട്ടം പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാന്നുണ്ടെങ്കിൽ ആകാശിനെ കൊള്ളാം. അല്ലെങ്കിൽ ആകാശിന്റെ ഇപ്പോഴത്തെ പ്ലാൻ അല്ല ഞാൻ മഹേഷിൽ അറിയിക്കൂ. നീ അറിയിക്കോടി, അറിയിക്കൂ. എന്നാ നിന്റെ ജീവൻ ഇവിടെ വെച്ച് ഞാൻ കളയും എന്ന് പറഞ്ഞിട്ട് ആകാശ് കൈ വെച്ചിട്ട് സുമിയുടെ കഴുത്തിന് ഇങ്ങനെ കയറി പിടിക്കുകയാണ്. എന്നിട്ട് പിടിച്ചിങ്ങനെ നെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുമി മരിക്കുന്നുണ്ട്. അതായത് സുമിയുടെ കഴുത്തിൽ പിടിച്ച് നെക്കി എന്തോ പിടിച്ച് തള്ളുമ്പോ എന്തോ സുമി മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സുമി മരിച്ചെന്ന് മനസ്സിലാക്കി ആകാശ് ഇങ്ങനെ ശ്വാസം ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോ ഇല്ല, സുമിക്ക് ശ്വാസമില്ല. സുമി മരിച്ചു എന്ന് മനസ്സിലാക്കി
നടക്കാണ് ആകാശ്. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിക്കാണ് ആകാശ് കേട്ടോ. അതെ, ഇവിടെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, ഇവള് വല്ല ചാക്കിലോ കെട്ടിയിട്ട് വല്ല എവിടെയെങ്കിലും വല്ല കുഴിച്ചു മൂടാം, ഇവളെ അന്വേഷിച്ച് ആര് വരാനാണ് എന്ന് ആകാശ് വിചാരിക്കണം. അപ്പൊ ആ വീട്ടിൽ ആരും ഇല്ല കേട്ടോ. ആദ്യമാണെങ്കിൽ സ്കൂളിൽ പോയി, രചന ബ്യൂട്ടി പാർലറിൽ എവിടെയോ കറങ്ങി നടക്കാൻ പോയി. അങ്ങനെ ആകാശ് ആണെങ്കിൽ ഒരു വലിയൊരു ചാക്ക് കെട്ടി എടുത്തിട്ട് അതിൽ സുമിയുടെ ഡെഡ് ബോഡി ഇടാണ്. ശേഷം ഒരു ബ്ലാക്ക് കവർ കൊണ്ട് അതിങ്ങനെ മൂടുവാണ്. എന്നിട്ട് പിന്നാമ്പുറത്തേക്കോ അതോ കാറിന്റെ ഡിക്കിലേക്ക് എവിടെയോ കയറ്റാൻ വേണ്ടിട്ട് വലിച്ചിറക്കാട്ടോ വീട്ടിൽ നിന്ന്. കറക്റ്റ് സമയത്ത് ആദ്യം അവിടേക്ക് എത്തുന്നുണ്ട്. ആദ്യം ഗേറ്റിന് അവിടെ എത്തുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അത് ആരാണെന്ന് ആദ്യം മനസ്സിലാവുന്നില്ല. ആരോ ചാക്കി കെട്ടി, എന്തോ കനമുള്ള ഒരു സാധനം ചാക്കി കെട്ടി സൂക്ഷിച്ച് ആകാശ് വണ്ടിയുടെ ഡിക്കിയിലോ എവിടെയോ ഡെഡ് ബോഡി കൊണ്ടുപോകണമെന്ന് മാത്രമേ ആദ്യം കാണുന്നുള്ളൂ. ആദ്യം ആകെ ഷോക്ക് ആവാണ്. പെട്ടെന്ന് ആദ്യം വീട്ടിൽ കയറുന്നില്ല കേട്ടോ. കാരണം ഈ ഒരു കാഴ്ച കണ്ട് എങ്ങനെ വീട്ടിൽ കയറാനാണ്? അയാൾ കൊലവിളിയായിട്ട് നിൽക്കല്ലേ. ആദ്യം അവിടെ നിന്ന് ഓടിപ്പോണത് നമ്മുടെ ഇഷിതയുടെ മഹേഷിന്റെ അടുത്തേക്കാണ്. അവിടേക്ക് പോയിട്ട് അവരുടെ അടുത്ത് ഈ കാര്യം പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ആകാശങ്ങൾ എന്തൊരു സാധനം വണ്ടിയിലേക്ക് ഇങ്ങനെ കയറ്റുന്ന കാണുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ ആ ദിവസം നമ്മുടെ തിരിച്ച് ആദ്യം വീട്ടിലേക്ക് പോകുന്നില്ല. കാരണം വീട്ടിലേക്ക് പോയാൽ ശരിയാവില്ലെന്ന് ആദ്യം അറിയാം. പിന്നീട് ആദ്യം ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സുമീനെ ഇങ്ങനെ കാണാനുള്ള വാർത്തയൊക്കെ ഇങ്ങനെ പലപ്പോഴും പലയിടത്തും ഇങ്ങനെ പരക്കുന്നുണ്ട്. രചന തന്നെ പറയുന്നുണ്ട് സുമീനെ ഇങ്ങനെ കാണാനില്ലെന്ന്. സുമീനെ എവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ടോ നമ്മുടെ ആകാശ്, അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ് ഇഷിതയോട് പറയുന്നുണ്ട്, ഇനി നിന്റെ ആഗ്രഹം പ്രസവത്തിന് മുമ്പ് ആദ്യം ഇവിടെ എത്തിക്കണമെന്നല്ലേ? അപ്പൊ നമുക്കത് എത്തിക്കാം. അതെങ്ങനെ? നമുക്ക് കോടതിയിൽ ഒരു പരാതി കൊടുക്കാം. കോടതിയിൽ ഒന്നുകൂടി നമുക്ക് പരാതിയായിട്ട് പോകാം. ആദ്യം തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട്. ആദ്യം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുമ്പോ അതൊക്കെ നിന്നോളും, താൻ ടെൻഷൻ ആവണ്ട. അപ്പൊ ഏത് വക്കീലിനെയാണ് മഹേഷ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സുജീന. അത് ടീച്ചർ അമ്മയിലെ സുജി ആട്ടോ ഇവിടെ കേസ് വാദിക്കാൻ വേണ്ടി വരുന്നത്. ഇഷിതയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് വേദ. പക്ഷെ വേദയല്ല വരുന്നത്, സുജി ആട്ടോ വരുന്നത്. അങ്ങനെ നമ്മുടെ സുജീന്റെ അടുത്ത് കേസ് ഏൽപ്പിക്കാണ് നമ്മുടെ മഹേഷ്. ആദ്യം ഇങ്ങനെ വളരെ എന്താ പറയുന്നത്, ആ വീട്ടിലേക്ക് ഒട്ടും സേഫ് അല്ല, അവിടെ ആ കൊള്ളാത്തൊരു വീടാണ്. ആകാശ് വളരെ മോശപ്പെട്ട ആളാണ്, ഒരു കൊലപാതകയാണ്, ഒരു പിടിച്ചുപറിക്കാരനാണ്, പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കംപ്ലൈന്റ് ചെയ്യാണ്. അങ്ങനെ ആ പിന്നെ കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുവാണ് ആദിയുടെ തിരിച്ചു മേടിക്കാനായിട്ട് മഹേഷ്. പക്ഷെ അതേസമയം ആദിനെ ബ്രെയിൻ വാഷ് ചെയ്യാണ് രചന കേട്ടോ. ആദി, നീ പോലെ മോനെ, നീ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ ജീവനോടെ ഉണ്ടാവില്ല, നിന്റെ മമ്മി മരിച്ചു പോകും, നിന്റെ മമ്മി ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്, നീ ഇല്ലെങ്കിൽ മമ്മി ചത്തുപോകും മോനെ എന്നൊക്കെ പറയുമ്പോ ആദി പുച്ഛത്തോടെ ചിരിച്ച് മുകളിലേക്ക് പോവാണ്. അപ്പൊ ആകാശ് പറയണ, നിന്റെ മോൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രചന. ആ മഹേഷ് വന്ന് വിളിക്കുകയാണെങ്കിൽ അവൻ മഹേഷിന്റെ കൂടെ പോകും. രചന പറയണ്ടില്ല, ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ആദ്യം ഒരിക്കലും മഹേഷിന്റെ കൂടെ പോവില്ല. ആദ്യം എന്റെ കൂടെ നിൽക്കും, എന്റെ മകൻ ആദി, അതുകൊണ്ട് അവൻ എന്റെ കൂടെ നിൽക്കുള്ളൂ. ആകാശ് പറയുന്ന പോലെയൊന്നും എല്ലാ കാര്യങ്ങൾ. ആദ്യം എന്റെ കൂടെ നിൽക്കും. ആദ്യം ഒരിക്കലും കോടതി പോയി കഴിഞ്ഞാൽ അവന്റെ ഡാഡിയുടെ കൂടെ പോകണമെന്ന് പറയില്ല, മമ്മിയുടെ കൂടെ നിൽക്കണമെന്ന് അവൻ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രചന പറയുന്നുണ്ടെങ്കിലും ആദ്യ കോടതിയിൽ മിക്കവാറും മഹേഷിന്റെ കൂടെ പോകണമെന്ന് പറയും. കാരണം ആകാശിന്റെ ഈ കാര്യങ്ങളും കൂടി കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തായാലും അവിടെ നിൽക്കില്ല ആദ്യം. അപ്പൊ ഈ ഒരു പ്രൊമോ ആണ് നമുക്ക് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.